എല്ലാവർക്കും നമസ്കാരം. കേരള ഹൈക്കോടതി എക്സാം മോക്ക് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ വീഡിയോ ആണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് മോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു, ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. അതെങ്ങനെ എടുക്കണം എന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ കൊടുത്തിരുന്നു. സോ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അത് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ നമ്മൾ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയാം, ലൈക്ക് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടാണ് ഈവൻ അതിൻ്റെ ഓപ്ഷൻസ് വരെ കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദ്യം ഉത്തരം ആ രീതിയിലല്ല പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒറ്റ വീഡിയോ ഭയങ്കര ലെങ്ത് കൂടുതലായിരിക്കും. സോ നമ്മളൊരു 4 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാറിൽ നിങ്ങൾക്ക് ഇപ്പം ലൈക്ക് ഓഫ്ലൈനായിട്ട് അറ്റംപ്റ്റ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും അതിന് ആൻസർ കീ എത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ് സൗകര്യം. സോ അതിന് ആൻസർ കീ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്, ഈ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ എത്രമാത്രം ശരിയാണെന്നൊക്കെ അത് നോക്കി ചെയ്യാവുന്നതാണ്. ശരി, ഇരുന്നപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സൊല്യൂഷൻ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാര്യം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. കാര്യം ഓരോ ഓപ്ഷനും ഓരോ ക്വസ്റ്റ്യൻ ആണ് വേണമെങ്കിൽ. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഇത് പാർട്ട് 1 ആണ്. അതുപോലെ ഒരു 4 പാർട്ട് ടോട്ടൽ നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആൻസർ കീ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ നിങ്ങൾക്ക് അത്യാവശ്യക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആൻസർ കീ നോക്കി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല കെയർ എടുത്താണ് ആൻസർ കീ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ചെറുതായിട്ട് അങ്ങോട്ടേക്ക് മാറിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സൊല്യൂഷൻ വീഡിയോയിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സൊല്യൂഷൻ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 45 എന്ന പേരിൽ 2 തവണ റിപ്പീറ്റ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. 2 ക്വസ്റ്റ്യൻസ് സെയിം നമ്പറാണ്, 45 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആദ്യം കൊടുത്തിരിക്കുന്നതിന് രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നതിന് ഉത്തരം 45A തന്നെയാണ് ഓപ്ഷൻസ് കറക്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് 2A അവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. സോ ഇത് നിങ്ങൾ ഓരോ ഓപ്ഷൻസും ഓരോ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു PDF സ്റ്റഡി നോട്ട്സിൻ്റെ PDF നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം പറഞ്ഞ 100 ചോദ്യമാണ്, 75 മിനിറ്റ് ആണ് നമ്മൾ ശരിക്കുമുള്ള ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ബേസ് ചെയ്തുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ദിരാഗാന്ധി ഡാഷ് വാസ് ദ വുമൺ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാതെ നമുക്ക് നേരെ സൊല്യൂഷൻ പറയുന്നതിന് പകരം ആദ്യം ഓപ്ഷൻസിന്റെ ശരിക്കുള്ള അർത്ഥം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ റാൻഡ്രൈ എന്ന് പറഞ്ഞാൽ ടു ബിക്കം അൺഅവൈലബിൾ എന്നാണ്. അൺഅവൈലബിൾ ആവുക. നമ്മളിപ്പം നമ്മുടെ റേഷൻസ് ആർ റണ്ണിങ് ഡ്രൈ എന്നൊക്കെ പറയത്തില്ലേ, അൺഅവൈലബിൾ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലേസ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ, അല്ലെങ്കിൽ ഒരു പുതിയൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതുതായിട്ടൊരു തുടക്കം കുറിക്കുക എന്നുള്ള അർത്ഥമാണ് ബ്ലേസ് ട്രെയിൽ എന്ന് പറയുന്നത്. ടു സ്റ്റാർട്ട് ന്യൂ മൂവ്മെന്റ്. മൂന്നാമത്തെ സ്വെൽഡ് ഹെഡ് എന്ന് പറയുന്നത് താൻ വലിയ സംഭവമാണെന്ന് സ്വയം വിചാരിക്കുന്ന ഒരു വ്യക്തി. ടു ഹാവ് എൻ എക്സാഗ്രേറ്റ് ഒപ്പീനിയൻ അബൌട്ട് വൺ സെൽഫ്, താൻ വലിയ സംഭവമാണെന്ന് സ്വയം ചിന്തിക്കുക. ടു ഹാവ് എൻ എക്സാഗ്രേറ്റഡ് ഒപ്പീനിയൻ അബൌട്ട് വൺ സെൽഫ്. സോ അടുത്തത് സ്റ്റോളൻ മാർച്ച് എന്ന ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ഗെയിൻ ആൻ അഡ്വാൻറ്റേജ് അൺഎക്സ്പെക്റ്റഡ്ലി, അല്ലെങ്കിൽ സീക്രട്ട്ലി, വളരെ അപ്രതീക്ഷിതം അല്ലെങ്കിൽ വളരെ രഹസ്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക. ടു ഗെയിൻ ആൻ അഡ്വാൻറ്റേജ് അൺഎക്സ്പെക്റ്റഡ്ലി, ഒരു നെഗറ്റീവ് സെൻസിൽ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന സംഭവമാണ്. ഗെയിൻ അഡ്വാൻറ്റേജ് അൺഎക്സ്പെക്റ്റഡ്ലി ഓർ സീക്രട്ട്ലി. സോ അപ്പോൾ 4 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റാൻഡ്രൈ അൺഅവൈലബിൾ ആണ്, അതിൻ്റെ അർത്ഥം അൺഅവൈലബിൾ. അത് ബ്ലേസ് ട്രെയിൽ നിന്ന് സ്റ്റാർട്ട് ആൻഡ് മൂവ്മെന്റ്, പുതിയൊരു തുടക്കം കുറിക്കുക. സ്വെൽഡ് ഹെഡ് ടു ഹാവ് വൺ എക്സാഗ്രേറ്റ് ഒപ്പീനിയൻ അബൌട്ട് വൺ സെൽഫ്, സ്വയം വലിയ ആളാണ് ചിന്തിക്കുക. അല്ലെങ്കിൽ സ്റ്റോളൻ മാർച്ച് എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ട് ആയിക്കൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ഒരു അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യുക. സോ അപ്പം തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ബ്ലേസ് ട്രെയിൽ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം.
ഒരു ഇന്ദിരാഗാന്ധി ഒരു പുതിയൊരു തുടക്കം വുമണ് ഇന്ത്യൻ പൊളിറ്റിക്സ്, സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വുമൺ ഒരു പുതിയ തുടക്കം എൻട്രി കുറിക്കാനുള്ള ഒരു പുതിയ തുടക്കം ഇന്ദിരാഗാന്ധി കാരണം ഉണ്ടായത്. ടു സ്റ്റാർട്ട് എ മൂവ്മെന്റ് ബ്ലേസ്ഡ് എ ട്രെയിൽ. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്ലേസ്ഡ് എ ട്രെയിൽ ടു സ്റ്റാർട്ട് എ മൂവ്മെന്റ്. ഓപ്ഷൻ ബി. സോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. ഡോണ്ട് ഡാഷ് ടു ദ എനിമി. സോ ഇതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. കറക്റ്റ് ആയിട്ട് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇഡിയം നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഷോ വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊവാർഡിനെ പോലെ ആക്ട് ചെയ്യുക, ടു ആക്ട് ലൈക്ക് എ കൊവാർഡ്. സോ അടുത്തത് സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് കമ്മിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പില്ലാതെ എന്തോ ഒരു തീരുമാനത്തിലെത്താതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചലപ്പെട്ട് നിൽക്കുക, ഇതാണ് സിറ്റ് ഓൺ ദ ഫെൻസ്. മൂന്നാമത് സെറ്റ് ദ തേംസ് ഓൺ ഫയർ. അതെന്ന് പറഞ്ഞാൽ ടു അച്ചീവ് സംതിങ് ഇമ്പോസിബിൾ. അച്ചീവ് സംതിങ് ഇമ്പോസിബിൾ, അതുപോലെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം അച്ചീവ് ചെയ്യുക. അച്ചീവ് ഇമ്പോസിബിൾ എന്ന് കൊടുക്കുക. ഇതാണ് സെറ്റ് ദ തേംസ് ഓൺ ഫയർ. സോ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി പിങ്ക് എലിഫന്റ്. പിങ്ക് എലിഫന്റ് ഹാലൂസിനേറ്റ്, അതായത് നമുക്ക് ബോധമില്ലാതെ ഇപ്പൊ കുടിച്ച് ബോധമില്ലാതെ ഒരു അവസ്ഥ എന്നൊക്കെ പറയത്തില്ല. അതായത് കുടിച്ചെന്നുള്ള ഒരു എന്ത് തരത്തിലുള്ള ഇൻടോക്സിക്കേഷൻ ആയാലും ഒരു ടൈപ്പ് ഹാലൂസിനേഷൻ ആണ്. ഇൻടോക്സിക്കേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഹാലൂസിനേഷൻ. സി പിങ്ക് എലിഫന്റ്. ഹാലൂസിനേഷൻ. സോ 4 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഡോൺ ഡാഷ് എനിമി, അത് ഒരു എനിമിയോട് കൊവാർഡിനെ പോലെ ആക്ട് ചെയ്ത് നമ്മൾ ധീരമായിട്ട് പ്രവർത്തിക്കണം. സോ ഓപ്ഷൻ എ ആണ്, ടു ഷോ ദ വൈറ്റ് ഫെദർ. ഡോൺ ഷോ വൈറ്റ് ഫെദർ ടു ദ എനിമി, അതാണ് കറക്റ്റ് ഉത്തരം. സോ ക്വസ്റ്റ്യൻ നമ്പർ 3. ഐ ഡോണ്ട് ഡാഷ് വിത്ത് മൈ വൈഫ് ഒക്കേഷണലി ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. നമ്മൾ ഓപ്ഷൻസ് ഏതൊക്കെയാൻ നോക്കുക. സേവ് വൺ സ്കിൻ, അതാണ് ഓപ്ഷൻ എ എന്ന് കൊടുത്തിരിക്കുന്നത്. സേവ് വൺ സ്കിൻ ആണ്. സോ സേവ് വൺ സ്കിൻ എന്ന് പറയുന്നത് വലിയൊരു അപകടത്തിൽ സ്വയം രക്ഷപ്പെടുക, ടു സേവ് വൺ സെൽഫ് ഫ്രം ബിഗ് ഡേഞ്ചർ, അതാണ് സേവ് വൺ സ്കിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പുട്ട് വൺ ഷോൾഡർ ടു ദ വീൽ. പുട്ട് വൺ ഷോൾഡർ ടു ദ വീൽ എന്ന് പറയുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യുക, വർക്ക് ഹാർഡ്. വർക്ക് ഹാർഡ് ആണ് പുട്ട് വൺ ഷോൾഡർ ടു ദ വീൽ, ഹാർഡ് വർക്ക് ചെയ്യുക, വർക്ക് ഹാർഡ്. മൂന്നാമത്തെ സി ഐ ടു ഐ. സി ഐ ടു ഐ എന്ന് പറഞ്ഞാൽ അഗ്രി ചെയ്യുക അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിൽ വരിക, അതാണ് സി ഐ ടു ഐ, അഗ്രി. നാലാമത്തെ ഓപ്ഷൻ തന്നെ പ്ലേ ഡക്സ് ആൻഡ് ഡ്രൈക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്ലേ ഡക്സ് ആൻഡ് ഡ്രൈക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മണി, നമ്മുടെ പൈസ വെറുതെ വേസ്റ്റ് ആക്കുക, വേസ്റ്റ് മണി. വേസ്റ്റ് മണി എഴുതേണ്ടത് അങ്ങനെ എഴുതിയേക്കാം, വേസ്റ്റ് മണി. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ വോണ്ട് അഗ്രി വിത്ത് മൈ വൈഫ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ഐ ഡോണ്ട് അഗ്രി വിത്ത് മൈ വൈഫ് ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറയുന്ന പകരം ഐ ഡോണ്ട് സി ഐ ടു ഐ വിത്ത് മൈ വൈഫ് ഒക്കേഷണലി ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇഫ് യു ആർ പ്ലാനിങ് ടു ബൈ എ കാർ, ബെറ്റർ ബി പ്രിപ്പയർഡ് ടു ഡാഷ് ഫോർ ബൈങ് പെട്രോൾ. സോ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഓപ്ഷൻസിന്റെ അർത്ഥം നോക്കാം. ഇതിലിപ്പം മേക്ക് ഹെഡ് ഓർ ടെയിൽ. സോ ബേസിക്കലി മേക്ക് ഹെഡ് ഓർ ടെയിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് എന്നാണ്. അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ്. രണ്ടാമത്തെ മേക്ക് വൺസ് മാർക്ക്, നമ്മുടെ ഒരു ഇമേജ് മറ്റുള്ളവർ അറിയുന്ന രീതിയിൽ നമ്മൾ ടു അറ്റൈൻ റെക്കഗ്നിഷൻ. മാർക്ക് വൺസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അയാളെ 4 പേരെ അറിയിക്കുന്ന രീതിയിൽ ഉള്ള രീതിയിൽ പ്രവൃത്തി ചെയ്യുക. അറ്റൈൻ റെക്കഗ്നിഷൻ. മൂന്നാമത്തേത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണ്. മൂവ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറയുന്ന മാക്സിമം ട്രൈ ചെയ്യുക, ട്രൈ അറ്റ്മോസ്റ്റ്, ട്രൈ അറ്റ്മോസ്റ്റ്. നാലാമത്തെ ഓപ്ഷൻ പേ ത്രൂ ദ നോസ്. അത് നമുക്ക് ഒരുപാട് പേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ഒരുപാട് പൈസ ഇറക്കേണ്ടി വരും. പേ ത്രൂ എന്ന് പറഞ്ഞാൽ പേ ഡിയർലി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ചിലവാക്കേണ്ടി വരും. ഇപ്പോഴത്തെ പെട്രോൾ വില അനുസരിച്ച് നമുക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്താലേ പെട്രോൾ മേടിക്കാൻ സാധിക്കും. സോ പേ ഡിയർലി, അല്ലെ പേ ത്രൂ ദ നോസ് എന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. പേ ത്രൂ ദ നോസ്, പേ ഡിയർലി. സോ ക്വസ്റ്റ്യൻ നമ്പർ 5. എവരിവൺ ട്രസ്റ്റ് ഹിം ആസ് ഹി ഈസ് ഓൾവേസ് വ്യൂഡ് ആസ് ഒരു റിലയബിൾ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണെങ്കിലാണ് ആളുകൾ ട്രസ്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് ആദ്യം ഓപ്ഷൻസിലേക്ക് പോകാം. മാൻ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന
പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ പറയുക, പ്രാക്ടിക്കലി വളരെ വൈസ് മാൻ, അതായത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തി. പ്രാക്ടിക്കലി വൈസ് മാൻ എന്ന് പറയത്തില്ല, പ്രാക്ടിക്കലി വൈസ്, വളരെ പ്രാക്ടിക്കലാണ്, വളരെ ബുദ്ധിശാലിയാണ്. മാൻ ഓഫ് വേൾഡ്, പ്രാക്ടിക്കലി വൈസ്. ഈ മാൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രീസ്റ്റിനെയാണ് മാൻ ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നത്, ഞാൻ എഴുതുന്നില്ല. മൂന്നാമത്തെ മാൻ ഓഫ് വേർഡ്. മാൻ ഓഫ് വേർഡ് എന്ന് സ്വന്തം വാക്കിന് വിലയുള്ള ഒരു വ്യക്തി, റിലയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വ്യക്തി, അതാണ് മാൻ ഓഫ് വേർഡ്, റിലയബിൾ. സോ മാൻ ഓഫ് സ്ട്രോ എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒട്ടും എഫക്റ്റീവ് ഇല്ലാത്ത, വളരെ വീക്ക് ആയിട്ടുള്ള, ഒട്ടും ആരോഗ്യമില്ലാത്തൊരു പേഴ്സണാണ് മാൻ ഓഫ് സ്ട്രോ എന്ന് പറയുന്നത്, വീക്ക്, WEAK. സോ ഇതിൽ നിന്ന് നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് മാൻ ഓഫ് വേർഡ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. So question number 6. Our society has degenerated to a level where people are only bothered about. 4 ഓപ്ഷൻസ് ആണ്: loaves and fishes, netting one's pro, kith and kin, halcyon days. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലോസ് ആൻഡ് ഫിഷസ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ബെനിഫിറ്റ്, അതായത് ലൗകിക കാര്യങ്ങൾ, ലൗകിക സുഖങ്ങൾ, അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റ് എന്നൊക്കെ പറയത്തില്ലേ, മെറ്റീരിയൽ ബെനിഫിറ്റ്. സോ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ നിറ്റിംഗ് വൺസ് പ്രോ, അതായത് ഫ്രൗൺ ചെയ്യുക, ഫ്രൗൺ. മൂന്നാമത്തെ കിത്ത് ആൻഡ് കിൻ. കിത്ത് ആൻഡ് കിൻ എന്ന് പറയുന്ന ബ്ലഡ് റിലേഷൻ ആണ്. കിത്ത് ആൻഡ് കിൻ എന്ന് പറയുന്നത് രക്തബന്ധം അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ആണ്, എഴുതുന്നില്ല. അതുപോലെ ഹാൽസിയൻ ഡേയ്സ് എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ആണ്, പീസ്ഫുൾ ആയിട്ടുള്ള ഡേയ്സ്. കിത്ത് ആൻഡ് കിൻ എന്ന ബ്ലഡ് റിലേഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഒരു PDF ആയിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ബ്ലഡ് റിലേഷൻ അത് ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. സോ നമുക്ക് അത് ഡിലീറ്റ് ചെയ്തേക്കാം. നിങ്ങൾ എഴുതി വെച്ചാണ് ബ്ലഡ് റിലേഷൻ ആണ് കിത്ത് ആൻഡ് കിന്നിന്റെ അർത്ഥം. സോ അപ്പം ഇതിൽ നമുക്ക് ഓക്കെ, our society are degenerated to a level people are only bothered about material benefits. ഓപ്ഷൻ എ ലോസ് ആൻഡ് ഫിഷസ് ആണ് ഇതിന്റെ ഉത്തരം. സോ ക്വസ്റ്റ്യൻ നമ്പർ 7. He is so disciplined that his house is always maintained in. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട് എപ്പോഴും വളരെ ഓർഡേർഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ആ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്നത് എന്താ, ഒരു തല്ലുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിനുള്ള ഒരു കാരണം, റീസൺ ഫോർ ആൻ ആർഗ്യുമെന്റ് എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന വാക്കിന്റെ അർത്ഥം. സോ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ഓപ്ഷൻ എയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലൈക്ക് റീസൺ ഫോർ എ ക്വാറൽ, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിന്റെ റീസൺ എന്നൊക്കെ പറയത്തില്ലേ, ക്രക്സ് അല്ലെങ്കിൽ ബേസ്, മെയിൻ റീസൺ, അതാണ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ഞാൻ കൂടുതലും പറഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊന്നും വീഡിയോ തീരത്തില്ല. സോ അടുത്ത ഓപ്ഷൻ ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറയുന്നത്, ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നമ്മളൊരു ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട, വളരെ ഡിയർ ആയിട്ടുള്ള ഡിയർ പേഴ്സൺ വേണമെങ്കിൽ പറയാം, ഡിയർ പേഴ്സൺ. സോ അടുത്ത മൂന്നാമത്തെ ആപ്പിൾ പൈ ഓർഡർ. ആപ്പിൾ പൈ ഓർഡർ പെർഫെക്റ്റ് ഓർഡർ, പെർഫെക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്നാണ് ആപ്പിൾ പൈ ഓർഡർ എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ഓർഡർ. 6 and 7 എന്ന് പറഞ്ഞ ഡിസോർഡർ ആണ്, ഒരു കംപ്ലീറ്റ് ഡിസോർഡറിനെയാണ് 6 and 7 എന്ന് വിളിക്കുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആപ്പിൾ പൈ ഓർഡർ. പെർഫെക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആപ്പിൾ പൈ ഓർഡർ എന്ന് വിളിക്കുന്നത്. So question number 8. And the long-standing border issue is considered as a or an dash in the Sino-Indian relation. Sino-Indian എന്നുണ്ടെങ്കിൽ Indo-China relationship ആണ്. 4 ഓപ്ഷൻസ് ആണ്: ബ്ലാക്ക് ഷീപ്പ്, അക്വിലസ് ഈൽ, തോൺ ഇൻ ദ ഫ്ലഷ്, ആക്സ് ടു ഗ്രൈൻഡ്. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞ ഒരു ട്രബിൾ മേക്കർ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി, സോഴ്സ് ഓഫ് എംബാരസ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രബിൾ മേക്കർ എന്ന് പറയുന്നതാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഈ അക്വിലസ് ഈൽ എന്ന് പറയുന്നത് വളരെ ഫെയ്റ്റൽ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ആണ്, പോയിന്റ് ഓഫ് വീക്ക്നെസ്. മൂന്നാമത്തെ തോൺ ഇൻ ദ ഫ്ലഷ്. തോൺ ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്നത് എപ്പോഴും
ഒരിക്കലും സോൾവ് ആവാത്ത എപ്പോഴും ഇങ്ങനെ ലൈക്ക് പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഇതാണ് തോൺ ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്നത്. എ കോൺസ്റ്റന്റ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. കോൺസ്റ്റന്റ് ആൻഡ് പെർസിസ്റ്റന്റ് ഓപ്ഷൻ ഏതാണെന്ന് ഏകദേശം കോൺസ്റ്റന്റ് ആൻഡ് പെർസിസ്റ്റന്റ് പ്രോബ്ലം. ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സെൽഫിഷ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക. ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഫോർ സെൽഫിഷ് റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഡൂയിങ് ഫോർ പലരും കമന്റ്സിലൂടെ പറയുകയുണ്ടായി നമുക്ക് ഇതിൻ്റെയൊക്കെ PDF അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. PDF അപ്ലോഡ് ചെയ്യാം, പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അത്ര ക്ലിയർ ഒന്നുമല്ല. സോ നിങ്ങൾക്ക് അത്ര വലിയ ബെനിഫിറ്റ് ഉണ്ടാകും തോന്നുന്നില്ല. എന്തായാലും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ആക്സ് ടു ഗ്രൈൻഡ് ഡൂയിങ് സംതിങ് ഫോർ സെൽഫിഷ് റീസൺ, അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി കാര്യം ചെയ്യുന്നത്, അതാണ് ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്തോ ചൈന റിലേഷൻ, ഈ ലോങ്സ് ഒരു ബോർഡർ റിലേഷൻഷിപ്പ്, ബോർഡർ ഇഷ്യൂ ഇപ്പോൾ ഒരു വലിയൊരു പ്രോബ്ലം, എപ്പോഴും ഇതുവരെ മാറാത്തൊരു പ്രോബ്ലം ആയിട്ട് അവിടെ നിൽക്കുകയാണ്. സോ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് തോൺ ഇൻ ദ ഫ്ലഷ് ആണ്. ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8 ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 9, USSR ആൻഡ് USA were always dashed during the time of Cold War. കോൾഡ് വാർ സമയത്ത് അവരെപ്പോഴും അടിയായിരുന്നില്ല, ഇവരെപ്പോഴും ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ 4 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ, ഓപ്ഷൻ ബി അറ്റ് ഈസ്, ഓപ്ഷൻ സി അറ്റ് എ ലോസ്, ഓപ്ഷൻ സി അറ്റ് എ പിഞ്ച്, ഓപ്ഷൻ ഡി അറ്റ് എ പിഞ്ച്. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തല്ലുണ്ടാക്കാൻ വേണ്ടി നിൽക്കുക എന്ന് പറയത്തില്ലേ, എപ്പോഴും ഒരു ബിറ്റർ ഇനിമിറ്റിയോടുകൂടി നോക്കിക്കാണും. അതാണ് അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഡാഗർ എന്ന് പറഞ്ഞാൽ കത്തിയാണ്, കത്തിയും പിടിച്ച് പരസ്പരം രണ്ടുപേരും കത്തിയിൽ തോക്കും പിടിച്ച് നിൽക്കുക എന്ന് പറയത്തില്ല, അതാണ് ഡാഗേഴ്സ് ഡ്രോൺ. സോ അതിന്റെ ഉത്തരം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, അറ്റ് ഈസ്. അറ്റ് ഈസ് എന്ന് പറയുന്നത് വളരെ റിലാക്സ്ഡ് ആണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രബിൾ ഒന്നുമില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് അറ്റ് ഈസ് എന്ന് പറയുന്നത്. റിലാക്സ്ഡ്. മൂന്നാമത്തെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് അറ്റ് എ ലോസ് ആണ്. അറ്റ് എ ലോസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ ഒരു അന്തവും കുന്തവും ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിളിപോയിരിക്കും, അങ്ങനെ പറയാം. അറ്റ് ലോസ് ഐ മീൻ ഡോണ്ട് നോ വാട്ട് ടു ഡു. അറ്റ് ലോസ് ഡോണ്ട് നോ വാട്ട് ടു ഡു നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് ഞാൻ എഴുതി വെക്കുന്നില്ല. നാലാമത്തേത് അറ്റ് എ പിഞ്ച് എന്നാണ്. അറ്റ് എ പിഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻ ട്രബിൾ ആണ്, ട്രബിൾ ആയിരിക്കും, ഇൻ എ ട്രബിൾ, ട്രബിൾ ആണ്. സോറി, UTROUBL, ട്രബിൾ ആണ് ഇത് അറ്റ് എ പിഞ്ചിന്റെ ഉത്തരം, അറ്റ് എ പിഞ്ചിന്റെ അർത്ഥം. സോ ഇതിന്റെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 9 കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഡാഗേഴ്സ് ഡ്രോൺ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എനിമിറ്റിയോടെ അല്ലെങ്കിൽ അങ്ങോട്ട് അടിയുണ്ടാക്കാൻ വേണ്ടി തന്നെ നിൽക്കുക. ഡാഗേഴ്സ് ഡ്രോൺ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ നമ്പർ 9 ഉത്തരം. So question number 10, many POCs have become, POC എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, have now become loss making. 4 ഓപ്ഷൻസ് ആണ്. ആം ചെയർ ജോബ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ ടാസ്കോ വലിയ പണിയൊന്നും ഇല്ലാതെ പക്ഷെ നല്ല പേയ്മെന്റ് കിട്ടുന്ന റെഗുലർ വെൽ പെയ്ഡ് ആൻഡ് ഈസി ജോബ് എന്ന് പറയുന്നത് ആം ചെയർ ജോബ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വൈറ്റ് എലിഫന്റ് ആണ്. വൈറ്റ് എലിഫന്റ് എന്ന് പറയുന്നത് വെള്ളാന എന്ന് നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, അതായത് എപ്പോഴും നഷ്ടം തന്നെ ഉണ്ടാക്കുന്നൊരു സംഭവം. ഇപ്പൊ പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കേഴ്സും വെള്ളാനകളാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതാണ് വൈറ്റ് എലിഫന്റ് എന്ന് പറയുന്നത്. ലോസ് മേക്കിംഗ് എൻറ്റൈറ്റി എന്ന് വേണേൽ പറയാം. സോ തേർഡ് ഓപ്ഷൻ നോക്കാം, ബാഗ് ആൻഡ് ബാഗേജസ്. ബാഗ് ആൻഡ് ബാഗേജസ് എന്ന് പറയുന്നത് വിത്ത് ഓൾ ബിലോങ്ങിങ്സ്, അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ സംഭവങ്ങളും വെച്ച് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ അറിയത്തില്ല, നമ്മൾ വി ആർ വെക്കേറ്റിംഗ് ദ റൂം വിത്ത് ഓൾ അവർ ബാഗ് ആൻഡ് ബാഗേജസ്, നമ്മുടെ കയ്യിലുള്ള ഓൾ ബിലോങ്ങിങ്സ്, വിത്ത് ഓൾ ബിലോങ്ങിങ്സ്. എഴുതുന്നില്ല. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബെഡ് ഓഫ് റോസസ് ആണ്. ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ, വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈസി ആൻഡ് കംഫോർട്ടബിൾ സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ ബെഡ് ഓഫ് റോസസിനെ വിശേഷിപ്പിക്കാം. സോ ഇപ്പൊ 4 ഓപ്ഷൻസിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അറിയാലോ, വെള്ളാന. PSUസിനെ പലപ്പോഴും നമ്മൾ വെള്ളാനകളായിട്ടാണ് നമ്മൾ പറയുന്നത്. വൈറ്റ് എലിഫന്റ് ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ ഉത്തരം.
സോ ഇന്നത്തെ വീഡിയോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഏകദേശം ഒരു 40 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ കൂടുതൽ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് ഹെക്ടിക് ആയിരിക്കും, അതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. സോ അടുത്ത 3 പാർട്ടുകളെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് സ്റ്റഡി ഗ്രൂപ്പ്, ടെലിഗ്രാം സ്റ്റഡി ഗ്രൂപ്പ്സ് ഒക്കെ ഒരുപാടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഗ്രൂപ്പുകളിലൊക്കെ എന്നിട്ട് മാക്സിമം ബൂസ്റ്റ് ചെയ്യുക. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് എടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കൊരു മോട്ടിവേഷൻ. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.